നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ +1 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് 6 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. ഇതിൽ എല്ലായ്പ്പോഴും വരുന്ന 3 മാർക്കിൻ്റെ ഒരു ചോദ്യം എക്സസൈസ് 1.6ൽ നിന്നാണ്. ഇതിൽ 8 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ ആൻസറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. 3 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, if x and y are two set such that n of x is equal to 17, n of y is equal to 23 and n of x union y is equal to 38, find n of x intersection y. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, if x and y are two set such that n of x is equal to 17, n of y is equal to 23 and n of x union y is equal to 38, find n of x intersection y. ഈ എക്സസൈസിലെ ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതിയാവും. എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. ഇവിടെ ചില സിറ്റുവേഷനിൽ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ കാണാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ലെഫ്റ്റ് സൈഡിലോട്ടും ഇത് റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുവന്നാൽ മതിയാവും. അതായത് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ കണ്ടുപിടിക്കാനാണ്. എൻ ഓഫ് എക്സ് 17 തന്നിരിക്കുന്നു, എൻ ഓഫ് വൈ 23, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ 38. ഈ വിലകൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു 17 പ്ലസ് 23 മൈനസ് 38. 17 പ്ലസ് 23 മൈനസ് 38. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 40 എന്ന് കിട്ടി, മൈനസ് 38, ആൻസർ 2. അടുത്ത രണ്ടാമത്തെ ചോദ്യം. If x and y are two set such that x union y has 18 elements, x has 8 elements, y has 15 elements, how many elements in x intersection y have? അതായത് എക്സും വൈയും 2 സെറ്റുകളാണ്. എക്സ് യൂണിയൻ വൈയിൽ 18 എലമെൻറ്റ്സ് ഉണ്ട്. എക്സിന് 8 എലമെൻറ്റ്സും വൈക്ക് 15 എലമെൻറ്റ്സും ആണെങ്കിൽ എത്ര എലമെൻറ്റ്സ് ആണ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയിൽ എന്നാണ് ചോദ്യം. ഇവിടെ എക്സ് യൂണിയൻ വൈ 18 തന്നിരിക്കുന്നു, എൻ ഓഫ് എക്സ് 8, എൻ ഓഫ് വൈ 15. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. ഈ ഇക്വേഷനിലോട്ട് നമുക്ക് തന്നിരിക്കുന്ന വിലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ ഓഫ് എക്സ് അതായത് 8 പ്ലസ് 15, അപ്പോൾ 8 പ്ലസ് 15 മൈനസ് 18. 8 പ്ലസ് 15 മൈനസ് 18, ആൻസർ 23 മൈനസ് 18, 5 എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ 250 ക്യാൻ സ്പീക്ക് ഹിന്ദി. 400 പേരുള്ളതിൽ 250 പേര് ഹിന്ദി പറയുന്നു. ആൻഡ് 200 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. 200 പേര് ഇംഗ്ലീഷ് പറയുന്നു. ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദിയും ഇംഗ്ലീഷും പറയുന്ന എത്ര പേരുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബോത്ത് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ ഇൻ്റർസെക്ഷൻ എന്നോർക്കുക. അതായത് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ എച്ച് ഇൻ്റർസെക്ഷൻ ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക. ഹിന്ദി എന്നതിനെ എച്ച് എന്നും ഇംഗ്ലീഷ് എന്നതിനെ ഇ എന്നെടുത്താൽ എൻ ഓഫ് എച്ച് യൂണിയൻ ഇ, അതായത് ആകെയുള്ള ആൾക്കാർ 400 പേർ. എൻ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 250. ഹിന്ദി പറയുന്നവർ 250, ഇംഗ്ലീഷ് പറയുന്നത് 200 പേർ. അപ്പോൾ എൻ ഓഫ് ഇ 200. ഇക്വേഷൻ നമുക്ക് നേരത്തെ തന്നെ അറിയാം. എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ. ഈ ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് ഇട്ട് കഴിയുമ്പോൾ 250 പ്ലസ് 200 മൈനസ് 400, ആൻസർ 450 മൈനസ് 400, 50. അതായത് 50 പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അടുത്ത നാലാമത്തെ ചോദ്യം, ഇഫ് എസ് ആൻഡ് ടി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എസ് ഹാസ് 21 എലമെൻറ്റ്സ്, ടി ഹാസ് 32 എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 21, എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു 32 ആൻഡ് എസ് ഇൻ്റർസെക്ഷൻ ടി ഹാസ് 11 എലമെൻറ്റ്സ്. എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി ഇസ് ഈക്വൽ ടു 11. ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് എസ് യൂണിയൻ ടി ഹാവ്? എസ് യൂണിയൻ ടിയിൽ ആകെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഇക്വേഷൻ എൻ ഓഫ് എസ് യൂണിയൻ ടി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി. അതായത് 21 പ്ലസ് 32 മൈനസ് 11, ആൻസർ നോക്കുക 53 മൈനസ് 11, 42.
എസ് യൂണിയൻ ടിയിലുള്ളത് 42 എലമെൻറ്റ്സ് ആണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എക്സ് ഹാസ് 40 എലമെൻറ്റ്സ്, എക്സ് യൂണിയൻ വൈ ഹാസ് 60 എലമെൻറ്റ്സ് ആൻഡ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഹാസ് 10 എലമെൻറ്റ്സ്, ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് വൈ ഹാവ്? അതായത് എക്സും വൈയും രണ്ട് സെറ്റുകളാണ്, എക്സിൽ 40 പേരുണ്ട്, അപ്പോൾ എൻ ഓഫ് എക്സ് 40, എക്സ് യൂണിയൻ വൈ 60, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ 60. എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഹാസ് 10 എലമെൻറ്റ്സ്, എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ 10. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വൈ എന്ന് പറയുന്ന സെറ്റിൽ എത്ര പേരുണ്ട്, അതായത് എൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കറിയാവുന്ന അതേ ഇക്വേഷൻ എഴുതുന്നു, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അപ്പോൾ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ നമുക്ക് തന്നിട്ടുണ്ട് 60 പ്ലസ് എൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 40 എന്ന് കൊടുത്തു, പ്ലസ് എൻ ഓഫ് വൈ അതുപോലെ എഴുതി -10. ഈ 40 - 10 30 എന്ന് കിട്ടും. അപ്പോൾ 60 ഈസ് ഈക്വൽ ടു 30 പ്ലസ് എൻ ഓഫ് വൈ, ദെയർഫോർ എൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 60 - 30, ആൻസർ 30 എന്ന് കിട്ടും. അതായത് വൈ എന്ന് പറയുന്ന സെറ്റിൽ 30 പേരാണുള്ളത്. ആറാമത്തെ ചോദ്യം, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 70 പീപ്പിൾ 37 ലൈക്ക് കോഫി, 52 ലൈക്ക് ടീ ആൻഡ് ഈച്ച് പേഴ്സൺ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി 2 ഡ്രിങ്ക്സ്. അതായത് ആകെയുള്ള 70 പേരിൽ 37 പേർക്ക് കോഫി ഇഷ്ടമാണ്, 52 പേർക്ക് ടീ ഇഷ്ടമാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അതായത് 70 പേരുണ്ട്, ആ 70 പേർക്കും ഇതിലേതെങ്കിലും ഒരു കോഫി അല്ലെങ്കിൽ ടീ ഇഷ്ടമാണ്. ഹൗ മെനി ലൈക്ക് ബോത്ത് കോഫി ആൻഡ് ടീ? ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് കോഫിയും ടീയും ഇഷ്ടമാണ്. അതായത് നോക്കുക, ബോത്ത് കോഫി ആൻഡ് ടീ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇൻ്റർസെക്ഷനാണ് എന്ന് ഓർക്കുക. അതായത് കോഫിയും ടീയും ഇഷ്ടമുള്ളവർ. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് മൊത്തമുള്ള ആൾക്കാർ എൻ ഓഫ് സി യൂണിയൻ ടി, അതായത് 70, എൻ ഓഫ് സി എന്നത് 37, അതായത് കോഫി ഇഷ്ടമുള്ള 37 പേര്, ടീ ഇഷ്ടമുള്ള 52 പേര്. അപ്പോൾ ഇക്വേഷൻ നോക്കുക, എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി യൂണിയൻ ടി. ഇവിടെ എൻ ഓഫ് സി 37, എൻ ഓഫ് ടി 52, എൻ ഓഫ് സി യൂണിയൻ ടി എന്നത് 70. അപ്പോൾ ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 89 - 70, ആൻസർ 19. അതായത് 19 പീപ്പിൾ ലൈക്ക് ബോത്ത് കോഫി ആൻഡ് ടീ. കോഫിയും ടീയും ഇഷ്ടമുള്ളവർ 19 പേരാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം ബോർഡ് എക്സാമിന് പല പ്രാവശ്യം വന്നിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. നോക്കുക, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 65 പീപ്പിൾ 40 ലൈക്ക് ക്രിക്കറ്റ്. ആകെയുള്ള 65 പേരിൽ 40 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. 10 ലൈക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടമുള്ളവർ, ഇവിടെ ബോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മനസ്സിലാകുക ഇൻ്റർസെക്ഷനാണ്, അത് 10 പേർക്ക്. ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി? ടെന്നീസ് മാത്രം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? നോട്ട് ക്രിക്കറ്റ്, അതായത് ക്രിക്കറ്റ് അല്ലാതെ ടെന്നീസ് മാത്രം ഇഷ്ടമുള്ളവർ എത്ര പേർ? ഹൗ മെനി ലൈക്ക് ടെന്നീസ്? ആകെ ടെന്നീസ് ഇഷ്ടമുള്ളത് എത്ര പേർക്ക്? എൻ ഓഫ് സി യൂണിയൻ ടി 65, എൻ ഓഫ് സി 40, എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി 10 എന്നും തന്നിരിക്കുന്നു. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എൻ ഓഫ് ടി ഓൺലി, എൻ ഓഫ് ടി, ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ആദ്യം നമുക്ക് എൻ ഓഫ് ടി കണ്ടുപിടിക്കാം. അതിന് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതുന്നു, എൻ ഓഫ് സി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഇതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 65 ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി പ്ലസ് 40 മൈനസ് 10. ഇത് കുറച്ച് കഴിയുമ്പോൾ 30 എന്ന് കിട്ടും. 30 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു 65 മൈനസ് 30, 35 എന്ന് കിട്ടും. അതായത് ടെന്നീസ് ഇഷ്ടമുള്ള ആളുകൾ 35. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യണം, ഇതിൻ്റെ വെൻ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. വെൻ ഡയഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെയുള്ള 65 പേര് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിനകത്തുണ്ട്. ഇതുകൂടാതെ ക്രിക്കറ്റും ടെന്നീസും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള 10 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്തു 10. ക്രിക്കറ്റിൽ മൊത്തമുള്ള ആൾക്കാർ 40 ആണ്, അപ്പോൾ മിച്ചമുള്ളത് 30. ടെന്നീസ് മാത്രം ഇഷ്ടമുള്ള എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടെന്നീസ് ഇഷ്ടമുള്ള ഇപ്പോൾ നമുക്ക് കിട്ടി 35. 10 പേര് ഇവിടെ നേരത്തെ ആയിക്കഴിഞ്ഞു, മിച്ചമുള്ളത് 25. അതായത് ടെന്നീസ് മാത്രം ഇഷ്ടമുള്ളത് 25 പേർക്കാണ്, ഈ ഭാഗമാണ്. അതുപോലെ ക്രിക്കറ്റ് മാത്രം ചോദിച്ചാൽ 30 പേർക്കാണ്. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ടെന്നീസ് മാത്രം ഇഷ്ടമുള്ളത്, ക്രിക്കറ്റ് അല്ലാതെ, അതായത് 25 പേരേ ഉള്ളൂ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ. ഇനി ഇത് സ്റ്റെപ്പ് എഴുതി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, എൻ ഓഫ് ടി ഓൺലി ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ടി. അതായത് ടെന്നീസിൽ നിന്നും മറ്റേതെങ്കിലും ഭാഗത്തുള്ളവർ, അതായത് ക്രിക്കറ്റിൽ ഇവിടെ ഉള്ള കുറച്ച് പേര്,
അവരെ ഒഴിവാക്കുക. അതായത് 35 മൈനസ് 10 25. ഇത് വേണമെങ്കിൽ നേരിട്ട് നമുക്ക് ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് എഴുതാൻ പറ്റും ആൻസർ 25. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ടെന്നീസ് ഇഷ്ടമുള്ളവർ എത്ര പേരായിരുന്നു? 35. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. എട്ടാമത്തെ ചോദ്യത്തിൽ ഇൻ എ കമ്മിറ്റി 50 പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച്, 20 സ്പീക്ക് സ്പാനിഷ് ആൻഡ് 10 സ്പീക്ക് ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ്? ഒരു കമ്മിറ്റിയിലുള്ള 50 പേർ ഫ്രഞ്ച് പറയുന്നവരും 20 പേർ സ്പാനിഷ് പറയുന്നവരുമാണ്. ഇതിൽ 10 പേർ രണ്ടും സംസാരിക്കുന്നവരുമുണ്ട്. അതായത് തന്നിരിക്കുന്നത് നോക്കുക, 10 സ്പീക്ക് ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. അങ്ങനെ വരുമ്പോൾ ഇൻ്റർസെക്ഷനാണ് ആ ഭാഗം. ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ലാംഗ്വേജസ്? ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും പറയുന്നവർ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ N of F 50, N of S 20, N of F ഇൻ്റർസെക്ഷൻ S 10. ഇനി കണ്ടുപിടിക്കേണ്ടത് യൂണിയനാണ്. കാരണം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സംസാരിക്കുന്നവർ. N of F യൂണിയൻ S. അത് N of F പ്ലസ് N of S മൈനസ് N of F ഇൻ്റർസെക്ഷൻ S. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് 50 പ്ലസ് 20 മൈനസ് 10. ആൻസർ 70 മൈനസ് 10 60. അതായത് 60 പീപ്പിൾ ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ്. 60 പേർ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള 8 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എക്സസൈസ് 6.1-ൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്